ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന നേരം ഡൊമിനിക് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ, അവർക്ക് എന്തോ ഒരു ആത്മവിശ്വാസം ഇല്ലേ, അതോ പടം ടേബിൾ പ്രോഫിറ്റ് ആയതുകൊണ്ട് അവർക്ക് ഇനി സിനിമയുടെ കളക്ഷൻ ഒന്നും ബാധകമല്ലേ എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡൊമിനിക്കിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, ഗോകുൽ സുരേഷിന്റെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, GVM ഗൗതം വാസുദേവ് മേനോന്റെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും പോയി കാണുക. ഗൗതം വാസുദേവ് മേനോനെ കുറിച്ച് സിനിമയെക്കുറിച്ച് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗൗതം വാസുദേവ് മേനോൻ സിനിമയെക്കുറിച്ച് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒരു അടി കൊണ്ടു കഴിഞ്ഞാൽ ഡിറ്റക്റ്റീവ് വീഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജർ ലൈഫ് അല്ല ഈ സിനിമ. അപ്പം ഇതിന്റെ ഇന്റർവ്യൂ ചെയ്ത ആള് ചോദിക്കുകയുണ്ടായി, നമ്മുടെ പുള്ളിയുടെ പേര് പറഞ്ഞു, അയാൾ ചോദിക്കുകയുണ്ടായി, അപ്പം ഇത് ഇങ്ങനെ അടി കൊണ്ടാൽ വീഴും ഒരു പാവപ്പെട്ട ഒരാളാണല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ പാവപ്പെട്ട ആളെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പുള്ളി തിരിച്ചടിക്കുന്ന സമയമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു ആക്ഷൻ കോമ്പണന്റും അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു ഇന്റർവ്യൂയിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സിനിമയെന്ന് പറയുന്നത് നമ്മളൊരു വെറും ഒരു സാധാരണ സിനിമയിൽ നമ്മൾ കാണേണ്ടത്, ഇതിനകത്ത് ആക്ഷനും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടെന്ന് പുള്ളി പറയാതെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൽ പുള്ളി തിരിച്ചടിക്കുന്ന സമയവും ഉണ്ട് എന്ന് പുള്ളി പറയുന്നുണ്ട്. ഓവറായിട്ടുള്ള ഒരു മാസ് എലമെന്റ്സ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ചെറിയ ചെറിയ മാസ് എലമെന്റ്സ് ഉണ്ട് എന്ന് ഗൗതം വാസുദേവ് മേനോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇനി ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്, ഇതൊരു സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉള്ള സിനിമയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പക്ഷേ ഇത്രയും ദിവസം നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊരു ചെറിയ സിനിമയാണ്, ഇതൊരു ചെറിയ സിനിമ ആയിരിക്കും, ഇതിന് വേറെ വലുതായിട്ടൊന്നും കാണില്ല എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കും പ്രൊമോഷൻസ് പോലും കൊടുക്കാത്തതെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. എങ്കിൽ തെറ്റി. പക്ഷേ സിനിമയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ഈ ഇന്റർവ്യൂവിൽ ഞാൻ ഗൗതം വാസുദേവ് മേനോൻ ഇന്റർവ്യൂ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നല്ലൊരു രീതിയിലുള്ള കളി കളിച്ചിട്ടുണ്ട് ഗൗതം വാസുദേവൻ. ഇത് മാത്രമല്ല പറഞ്ഞു, ഇനി ഒരു 10 സിനിമ കൂടെ മമ്മൂട്ടിയെ വെച്ച് ചെയ്യണമെന്നാണ് ഗൗതം വാസുദേവന്റെ ആഗ്രഹമെന്നാണ് ഗൗതം വാസുദേവൻ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പം നമുക്ക് സിനിമ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇനി നമുക്ക് 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ സിനിമയിലെ ഏകദേശം കാര്യങ്ങൾ, നമുക്ക് കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ എങ്കിലും നമുക്ക് സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സിനിമ ഒരു അവാർഡ് ടൈപ്പോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു ആക്ഷൻ ഇല്ലാത്ത ടൈപ്പ്, വെറും കോമഡി സിനിമയോ വെറും ഡിറ്റക്റ്റീവ് സിനിമയോ മാത്രമല്ല, ഇതിനകത്ത് ആക്ഷനും ഉണ്ട്. ആക്ഷനാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. മമ്മൂട്ടിയുടെ ആക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് സിനിമ എന്ന് വിചാരിക്കുന്ന ആരാധകരുണ്ട്. അപ്പോൾ അവരാരും നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് ഗൗതം വാസുദേവ് മേനോൻ ഇതിലൂടെ പറയുന്നത്. അത് പക്ഷേ ഓവർ മാസ് എലമെന്റ്സ് ആഡ് ചെയ്തിട്ടുള്ള സിനിമ അല്ലെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ച് പോകണ്ട. ഇതിനകത്തുള്ള ആക്ഷൻ നല്ലൊരു ആക്ഷൻ ആയിരിക്കും എന്നാണ്. വലിയ ഒരു ലാർജർ ലൈഫ് ഇവിടുന്ന് ഇടിക്കുമ്പോൾ അവിടെ തെറിച്ച് പോകുന്ന ആ ഒരു രീതിയിലുള്ള ആക്ഷൻ അല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഇടിച്ചാൽ അവിടെ വീഴും. അത് ഡിറ്റക്റ്റീവ് ഇടിച്ചാൽ ഡിറ്റക്റ്റീവ് വീഴും, ഡിറ്റക്റ്റീവ് ഇടിച്ചാൽ അവരിടിക്കുന്നവർ വീഴും, അല്ലാതെ തെറിച്ച് പോയി വീഴുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇതിനകത്തില്ല. നമ്മളിതിനെ ഇതിന്റെ ട്രെയിലർ തന്നെ 1-2 ആക്ഷൻ സീൻ കണ്ടിട്ടുണ്ട്. ട്രെയിലർ തന്നെ 1-2 ആക്ഷൻ സീൻ കണ്ടിട്ടുണ്ട്. അത് ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഇടിച്ചാൽ മമ്മൂട്ടിയുടെ ഇടി നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഇടിയാണ്. അപ്പം ഗൗതം വാസുദേവ് മേനോനാണ് ഡയറക്ടർ. അപ്പം നമുക്ക് ഗൗതം വാസുദേവന്റെ മുമ്പത്തെ പടം നമുക്കറിയാം, കാക്കേ പോലത്തെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഉറപ്പായിട്ടും ഈ സിനിമയിൽ ഒരു മാസ് സോങ് ഇപ്പം വെളി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു മാസ് സോങ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു നമ്മുടെ മലയാളത്തിൽ ഇതിനു മുമ്പൊക്കെ വന്നിട്ടുള്ള പാട്ട് പോലത്തെ ഒരു പാട്ടാണ്. പക്ഷേ നല്ലൊരു പാട്ടാണ്, നമുക്കൊരു വീണ്ടും കേൾക്കാൻ തോന്നുന്ന രീതിയിലുള്ളൊരു പാട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതൊക്കെ എടുത്തിട്ട് കാണുക. സിനിമ 23-ാം തീയതി വെളിയിൽ വരും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം വെളിയിൽ വിടാം. ആരും കൂടുതലായിട്ട് അധിക പ്രതീക്ഷയൊന്നും വേണ്ട എന്നും പറഞ്ഞ് സിനിമയിൽ ഒന്നും ഇല്ലെന്നും വിചാരിക്കണ്ട. കാരണം സിനിമയ്ക്കകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി വെറുതെ ഒരു സിനിമ എടുക്കൂല എന്നത് അടിവരെ ഇട്ടിരിക്കുകയാണ് ഗൗതം വാസുദേവ് മേനോൻ ഈ ഇന്റർവ്യൂയിലൂടെ. പിന്നെ ഗോകുൽ സുരേഷിന്റെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഗോകുൽ സുരേഷിന് ഇതിനകത്തൊരു പ്രോമിനന്റ് റോൾ ഉണ്ടെന്നാണ് ഗൗതം വാസുദേവൻ പറഞ്ഞു. ഗൗതം വാസുദേവൻ ഇന്ന് ഈ സിനിമ വേറെ ഹിറ്റ് കാണിച്ചു കൊടുക്കുകയും പുള്ളി ഈ പയ്യൻ ആരാണ് എന്ന് ഗൗതം വാസുദേവൻ ചോദിക്കുകയും ചെയ്യുന്നു എന്ന് ഗൗതം വാസുദേവൻ പറയുന്നു. അപ്പോൾ ഗൗതം വാസുദേവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഗോകുൽ സുരേഷ് എന്ന് പറഞ്ഞ ആക്ടറിന്റെ വിജയം. കാരണം വേറൊരാളാണ്, മലയാളിയല്ല. അപ്പോൾ ആ ഒരു വേറൊരു ലാംഗ്വേജിലുള്ള ഒരാൾ ഈ ഒരു പയ്യൻ ആരാണെന്ന് ചോദിച്ചെങ്കിൽ അതിനകത്ത് പുള്ളിയുടെ റോളും അത്രയ്ക്ക് പ്രോമിനന്റ് ആയിട്ടുള്ള റോളാണ്. അപ്പോൾ അത് പുള്ളിയെ സെക്കൻഡ് ആയിട്ടാണ് പുള്ളിയെ പരിഗണിച്ചത്. വേറൊരു ആക്ടറിനെയാണ് പുള്ളി പോയി കണ്ടത് എന്നൊക്കെയാണ് ഗൗതം വാസുദേവൻ പറയുന്നത്. അപ്പം ഇത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളി തന്നെയാണ് ആപ്റ്റ് എന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ ഗോകുൽ സുരേഷും നല്ലൊരു കമ്പാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഗോകുൽ സുരേഷിന് നല്ലൊരു വേഷം ഈ സിനിമയിലൂടെ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഡൊമിനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം മാന്യമായ ഭാഷയിൽ.